ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് OSI മോഡലിനെ കുറിച്ചിട്ടാണ്. OSI മോഡലിലുള്ള ഫിസിക്കൽ ലെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗവും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കേൾക്കും. അപ്പോൾ OSI മോഡൽ എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ എന്നതാണ് OSIൻ്റെ ഫുൾ ഫോം. അതൊരു റെഫറൻസ് മോഡലാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് ഇൻഫർമേഷനെ നമ്മൾ പാസ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം, ഇൻഫർമേഷനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുന്നത് ഫിസിക്കൽ മീഡിയം യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ആ ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ പാസ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന മോഡലിനെയാണ് OSI മോഡൽ എന്ന് പറയാം. അപ്പോൾ OSI സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ is a reference model that describes how information from a software application in one computer moves through a physical medium to the software application in another computer. അതായത് ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുകയാണ്. അത് നമ്മൾ ഫിസിക്കൽ മീഡിയം യൂസ് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ നടക്കുന്നു, എങ്ങനെയാണത് ട്രാവൽ ചെയ്യുന്നത് അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് OSI മോഡൽ എന്ന് പറയുന്നത്. OSI കൺസിസ്റ്റ് ഓഫ് 7 ലെയേഴ്സ് ആൻഡ് ഈച്ച് ലെയർ പെർഫോംസ് എ പെർട്ടിക്കുലർ നെറ്റ്വർക്ക് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു, OSIക്ക് 7 ലെയേഴ്സ് ഉണ്ട്. ഓരോ ലെയറിനും അതിൻ്റേതായിട്ടുള്ള പെർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ് അതെന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. OSI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്, ISO, in 1984, ആൻഡ് ഇറ്റ് ഈസ് നൗ കൺസിഡേർഡ് ആസ് ആൻ ആർക്കിടെക്ചറൽ മോഡൽ ഫോർ ദി ഇൻ്റർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഇൻ്റർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ആർക്കിടെക്ചറൽ മോഡലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, OSI മോഡലാണ്. OSI മോഡൽ ഡിവൈഡ്സ് ദ whole task into 7 smaller ആൻഡ് മാനേജബിൾ ടാസ്ക്. ഈച്ച് ലെയർ ഈസ് അസൈൻഡ് എ പെർട്ടിക്കുലർ ടാസ്ക്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ഡ്യൂട്ടി, നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ടാസ്കിന് എന്ത് ചെയ്യാണ്, ഓരോന്നിനെയും സ്മോളർ ടാസ്ക് ആക്കുകയാണ്. അപ്പോൾ 7 ലെയേഴ്സ് ഉള്ളത് കൊണ്ട് 7 ലെയറും ഓരോ പ്രത്യേകതരം ടാസ്കുകൾ എന്ത് ചെയ്യാണ്, പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് ലെയർ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് സോ ദാറ്റ് ടാസ്ക് അസൈൻഡ് ടു ഈച്ച് ലെയർ ക്യാൻ ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓരോ ലെയറും അതിൻ്റെ വർക്കുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഇൻട്രോ ഭാഗം. ഇനി ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. OSI മോഡൽ നമ്മൾ പറഞ്ഞു 7 ലെയേഴ്സ് ആണുള്ളത്. ഫ്രം ടോപ്പ് ടു ബോട്ടം അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇങ്ങനെ 7 ലെയേഴ്സാണ് OSI മോഡലിലുള്ളത്. ഇതിൽ ആദ്യത്തെ 4, അതായത് മുകളിലുള്ള ടോപ്പ് 4 ലെയേഴ്സിന് നമുക്ക് ഹോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ലെയേഴ്സ് ആണ് എന്ന് പറയാം. അതായത് അപ്ലിക്കേഷൻ ലെയറും, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ. അതേ സ്ഥാനത്ത് നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലുള്ള ലെയറുകളാണ് എന്ന് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇനി OSI ലെയേഴ്സിനെ നമുക്ക് 2 മെയിൻ ലെയേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അപ്പർ ലെയേഴ്സും ലോവർ ലെയേഴ്സ് എന്ന് പറയുന്നത്. ദ അപ്പർ ലെയർ ഓഫ് ദ OSI മോഡൽ മെയിൻലി ഡീൽസ് വിത്ത് ദ അപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ദേ ആർ ഇംപ്ലിമെൻറ്റഡ് ഓൺലി ഇൻ ദ സോഫ്റ്റ്വെയർ. അപ്പോൾ അപ്പർ ലെയറിൽ വരുന്ന ഓരോ ലെയറുകളും എന്താ ചെയ്യുന്നത്, അപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെയാണ് ഡീൽ ചെയ്യുന്നത്. അതൊരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, റിലേറ്റ് ചെയ്തിട്ടാണുള്ളത്. ദ അപ്ലിക്കേഷൻ ലെയർ ഈസ് ക്ലോസസ്റ്റ് ടു ദി എൻഡ് യൂസർ. ബോത്ത് ദ എൻഡ് യൂസർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ ഇൻറ്ററാക്ട് വിത്ത് ദ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ്. അപ്പോൾ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നതാണ് എൻഡ് യൂസറുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു യൂസർ ഇൻ്റർഫേസ് വരുന്നത് അപ്ലിക്കേഷൻ ലെയറിലാണ്. എൻഡ് യൂസറും അപ്ലിക്കേഷൻ ലെയറും ആണ് എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് വഴി ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ആൻ അപ്പർ ലെയർ റെഫേഴ്സ് ടു ദി ലെയർ ജസ്റ്റ് അബവ് അനദർ ലെയർ. ഇപ്പോൾ ഒരു ലെയറിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിനെ നമുക്ക് എന്ത് പറയാം, അപ്പർ ലെയർ എന്ന് പറയാം. അങ്ങനെ നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ദ ലോവർ ലെയർ ഓഫ് ദി OSI മോഡൽ ഡീൽസ് വിത്ത് ദ ഡേറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്. അപ്പോൾ ഈ ഡേറ്റ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ഇഷ്യൂസിനെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് OSIയിലെ ലോവർ ലെയേഴ്സ് ചെയ്യുന്നത്. ദ ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ദ ഫിസിക്കൽ ലെയർ ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. The physical layer is the lowest layer of the OSI model and is closest to the physical medium. അപ്പോൾ അപ്ലിക്കേഷൻ
സോഫ്റ്റ്വെയറുമായിട്ട് അല്ലെങ്കിൽ എൻഡ് യൂസറുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്ലിക്കേഷൻ ലെയർ ആണ്. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ മീഡിയവുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. അല്ലെങ്കിൽ OSI മോഡലിൻ്റെ ലോവസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ദ ഫിസിക്കൽ ലെയർ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്ലേസിംഗ് ദി ഇൻഫർമേഷൻ ഓൺ ദി ഫിസിക്കൽ മീഡിയം. അപ്പോൾ ഒരു ഡേറ്റനെ കമ്പ്യൂട്ടർ 1 നിന്ന് കമ്പ്യൂട്ടർ 2 ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ മീഡിയത്തിലേക്ക് ആ ഡേറ്റനെ വെച്ച് കൊടുക്കുന്നത് ആരാണ്? ഈ സിസ്റ്റം 1 ഫിസിക്കൽ ലെയർ ആണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്? ആ ഫിസിക്കൽ മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണ്. അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയറിനെ നമുക്ക് സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇങ്ങനെ അപ്പർ ലെയേഴ്സ് ആണ് കുറച്ചും കൂടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻട്രാക്ട് ചെയ്യുന്നത്. മെയിനായിട്ട് അപ്ലിക്കേഷൻ ലെയർ ആണ് അവിടെ എൻഡ് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന് പറയാം. ഹാർട്ട് ഓഫ് OSI എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഇനി ഹാർഡ്വെയർ ലെയേഴ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെൻഡർ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രം ടോപ്പ് ടു ബോട്ടമാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം ആപ്ലിക്കേഷനിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ ലെയർ. അവിടുന്ന് പ്രസൻറ്റേഷൻ ലെയർ, ദെൻ സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. അതേ സ്ഥാനത്ത് ഒരു ഡേറ്റ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് ആ ഡേറ്റ പാസ് ചെയ്ത് പോകുന്നത്. അതായത് റിസീവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ലെയറിലെത്തും. അവിടുന്ന് ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ. ഇങ്ങനെയാണ് നമുക്ക് ആ മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നത്. ഇനി 7 ലെയേഴ്സ് ഓഫ് OSI മോഡലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ. ഇനി ഓരോ ലെയറിൻ്റെയും ജസ്റ്റ് നമുക്ക് കോറായിട്ട് എന്താ അവർ ഓരോ ലെയറും ചെയ്യുന്നു എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം അപ്ലിക്കേഷൻ ലെയർ, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്ററാക്ഷൻ ലെയർ. നമ്മൾ പറഞ്ഞ എൻഡ് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അതാണ് മനുഷ്യനും സിസ്റ്റവും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ലെയറാണ് application layer, where applications can access the network services. Then presentation layer ensures that data is in a usable format and is where data encryption occurs. Data നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ് എന്ന് ഉറപ്പ് വരുത്തും. അതേപോലെ ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി എൻക്രിപ്ഷൻ കൊടുക്കുന്നതും പ്രസൻറ്റേഷൻ ലെയറിലാണ്. സെഷൻ ലെയർ മെയിൻറ്റെയിൻസ് കണക്ഷൻസ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് പോഡ്സ് ആൻഡ് സെഷൻസ്. അതായത് എല്ലാ രീതിയിലുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, സെഷൻസ് അതേപോലെ പോർട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് സെഷൻ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ട്രാൻസ്പോർട്ട് ലെയർ ട്രാൻസ്മിറ്റ്സ് ഡേറ്റ യൂസിങ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ് ഇൻക്ലൂഡിങ് TCP ആൻഡ് UDP. TCPO അല്ലെങ്കിൽ UDPO 2 പ്രോട്ടോകോൾസ് ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും. ഈ 2 പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദ നെറ്റ്വർക്ക് ലെയർ ഡിസൈഡ്സ് വിച്ച് ഫിസിക്കൽ പാത്ത് ദ ഡാറ്റ വിൽ ടേക്ക്. ഡാറ്റ ഏത് ഫിസിക്കൽ പാത്ത് യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. ഡാറ്റ ലിങ്ക് ലെയർ ഡിഫൈൻസ് ദ ഫോർമാറ്റ് ഓഫ് ഡാറ്റ ഓൺ ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലെ ഡാറ്റൻ്റെ ഏത് ഫോർമാറ്റിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഫിസിക്കൽ ലെയർ ട്രാൻസ്മിറ്റ്സ് റോ ബിറ്റ് സ്ട്രീം ഓവർ ദ ഫിസിക്കൽ മീഡിയം. നമ്മൾ പറഞ്ഞു ഈ ഡാറ്റനെ ഫിസിക്കൽ മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്ത് അതിനെ ഓരോ റോ ബിറ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ ലെയർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷൻ ആണ്. പ്രസൻറ്റേഷൻ ലെയർ ഡാറ്റ എൻക്രിപ്ഷൻ. സെഷൻ ലെയർ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ലെയർ ഡേറ്റനെ ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ലെയർ ഏത് ഫിസിക്കൽ പാത്തിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഡാറ്റ ലിങ്ക് ലെയർ ഏത് ഫോർമാറ്റിൽ ഡാറ്റനെ നെറ്റ്വർക്കിലേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ഫിസിക്കൽ ലെയർ അതിനെ ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ഓരോ ലെയറിൻ്റെയും മെയിൻ ആയിട്ടുള്ള കോർ അവരുടെ സർവീസ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് യൂസറിലേക്ക് സർവീസ് കൊടുക്കുന്ന ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ നടത്തുന്നതാണ്. സെഷൻ ലെയർ എന്ന് പറയുന്നത് മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെഷൻസ്, കണക്ഷൻസ് മാനേജ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ട് നമുക്ക് ആ മെസ്സേജിനെ പ്രോസസ് ടു പ്രോസസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ആ പാക്കറ്റുകൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഡാറ്റ ലിങ്ക് ലെയർ എറർ ഫ്രീ ആയിട്ട് ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫിസിക്കൽ ലെയർ ഫിസിക്കൽ മീഡിയത്തിലേക്ക് ബിറ്റുകൾ ഇട്ട് കൊടുത്ത് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് വേറൊരു ടേമിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടുത്തത് ഫിസിക്കൽ ലെയർ. നമുക്ക് ഫിസിക്കൽ ലെയർ നോക്കാം. ഇപ്പോൾ ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ലിങ്ക് ലെയറിന് ഡാറ്റ വന്നു കഴിഞ്ഞാൽ, അതാണ് ഈ L2 ഡാറ്റ എന്ന് കാണിച്ചിട്ടുള്ളത്. ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ബിറ്റുകളാക്കി മാറ്റി അതിനെ ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് ഇട്ടുകൊടുക്കും. ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിലുള്ള ഫിസിക്കൽ ലെയറിൽ കയറിയിട്ട് അത് എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കാം. The main functionality of the physical layer is to transmit the individual bits from one node to another node. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഇൻഡിവിജ്വൽ ബിറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. OSI മോഡലിലെ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ഫിസിക്കൽ ലെയറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് സ്പെസിഫൈസ് ദ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്രൊസീജിയറൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷൻസ്. മെക്കാനിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും പ്രൊസീജിയറലായിട്ടുള്ള നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ്, ഫിസിക്കൽ ലെയറിലാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ലൈൻ കോൺഫിഗറേഷൻ. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ 2 or more ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ഫിസിക്കലി. 2 ഡിവൈസുകൾ തമ്മിൽ നമുക്ക് ഫിസിക്കലി എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് ഇതിൽ ഡിഫൈൻ ചെയ്യാം, ഫിസിക്കൽ ലെയറിലൂടെ ഡിഫൈൻ ചെയ്യാം. അതിനെയാണ് ലൈൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ. നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ സിംപ്ലെക്സിൽ വേണോ അല്ലെങ്കിൽ ഹാഫ് ഡ്യൂപ്ലെക്സിൽ വേണോ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ സെൻഡ് ചെയ്യണോ എന്നതൊക്കെ നമുക്ക് എവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ലെയറിൻ്റെ ഫംഗ്ഷനാണ്, അതിലാണ് ഡിഫൈൻ ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ. പിന്നെ ടോപ്പോളജി. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ അറേഞ്ച്ഡ്. നെറ്റ്വർക്ക് ഡിവൈസസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ബേസ് ചെയ്തിട്ടാണ് പല ടോപ്പോളജികളും ഉള്ളത്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അത് എവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഫിസിക്കൽ ലെയറിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ സിഗ്നൽസ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് ദി സിഗ്നൽ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് സിഗ്നൽ യൂസ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതും എവിടെയാണ്, ഫിസിക്കൽ ലെയറിലാണ്. ഇനി ബിറ്റ് സിങ്ക്രണൈസേഷൻ. ദ ഫിസിക്കൽ ലെയർ പ്രൊവൈഡ്സ് ദ സിങ്ക്രണൈസേഷൻ ഓഫ് ദ ബിറ്റ്സ് ബൈ പ്രൊവൈഡിങ് എ ക്ലോക്ക്. ദിസ് ക്ലോക്ക് കൺട്രോൾസ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ, ദസ് പ്രൊവൈഡിങ് സിങ്ക്രണൈസേഷൻ അറ്റ് ബിറ്റ് ലെവൽ. അതായത് സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും ബിറ്റുകളെ സിങ്ക്രണൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ അതിൻ്റെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ് എന്നുള്ള ഫംഗ്ഷനും ഏതിൽ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ലെയറിൽ നടക്കുന്നുണ്ട്. ഇനി ബിറ്റ് റേറ്റ് കൺട്രോൾ. ദ ഫിസിക്കൽ ലെയർ ഓൾസോ ഡിഫൈൻസ് ദ ട്രാൻസ്മിഷൻ റേറ്റ്, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ് സെൻഡ് പെർ സെക്കൻഡ്. അതായത് ഇപ്പോൾ ഈ സെൻഡർ ഒരുപാട് ബിറ്റുകൾ സെൻഡ് ചെയ്യും, റിസീവർക്ക് അത് കറക്റ്റ് ടൈമിൽ റിസീവ് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അവിടെ ഓവർഫ്ലോ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബിറ്റ് നഷ്ടമാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് വേണം, ഒരു ട്രാൻസ്മിഷൻ റേറ്റ് കൺട്രോൾ വേണം. അതായത് അവർക്ക് അവിടെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്മിഷൻ റേറ്റ്, ബിറ്റ് റേറ്റ് കൺട്രോൾ ഏത് ലെയറിൽ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ലെയറിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റുകൾ സെൻഡ് ചെയ്യണം, എത്ര ബിറ്റുകൾ അവിടെ റിസീവർ റിസീവ് ചെയ്യും എന്നത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോവുക, അതിനെയാണ് ബിറ്റ് റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. ലൈൻ കോൺഫിഗറേഷൻ, ഡേറ്റ ട്രാൻസ്മിഷൻ, ടോപ്പോളജി, സിഗ്നൽസ്, ബിറ്റ് സിങ്ക്രണൈസേഷൻ, ബിറ്റ് റേറ്റ് കൺട്രോൾ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്